ഹേയ് ഗായ്സ്! അപ്പോൾ ഇന്ന് വളരെ കാമായിട്ടുള്ള ഒരു ദിവസമാട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ താമസിച്ച് എണീക്കുന്ന ദിവസം ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരിക്കും. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനൊരു മൂഡ് പോലും ഉണ്ടാവില്ല. എന്നാലും കട്ടിലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടേ ഞാൻ എണീക്കാറുള്ളൂ. സാധാരണ ഞാൻ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ കിടക്കാറില്ല. പക്ഷേ ഇന്നലെ ഞാൻ അമ്മയുടെ കൂടെയാണ് കിടന്നത്. അതുകൊണ്ടാണ് ഈ റൂമിൽ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കുന്നത് കേട്ടോ. അപ്പോൾ പുതപ്പും എല്ലാം മടക്കി പിന്നെ തലവണയും എല്ലാം ശരിയാക്കി വെച്ചിട്ട് പിന്നെ ഈ പാവക്കുട്ടീനെയും കൂടെ നടുക്ക് വെച്ചാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ പല്ല് തേക്കാനും മുഖം കഴുകാനൊക്കെ നേരം ഞാൻ ടോയ്ലറ്റിലേക്ക് പോവും. ഞാൻ ഫസ്റ്റ് തന്നെ മുഖം കഴുകുന്നതിന് മുമ്പ് ആദ്യം പല്ല് തേക്കോട്ടോ ചെയ്യുന്നത്. ഞാൻ എവിടെയോ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് എന്തോ വലിയ ഡിഫറൻസ് കാണാൻ പറ്റും എന്നൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചത്. പക്ഷെ അത് ശരിയാട്ടോ, നിങ്ങൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് കഴുകി നോക്കുക. അങ്ങനെ 2-3 ദിവസം ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മുഖത്തിനൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ മുഖം കഴുകുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്. നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ മോതിരമൊക്കെ ഊരി വെച്ച് കൈയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് എപ്പോഴും മുഖം കഴുകാറ്. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയും ഞായറും ഞാൻ പ്രത്യേകിച്ച് മുഖത്തൊന്നും ചെയ്യാറില്ല. ഫേസ് വാഷ് പോലും ഇടാറില്ല കേട്ടോ ഞാൻ മുഖത്ത്. അല്ലാത്ത ദിവസം എന്നും ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകും. പക്ഷേ ശനിയും ഞായറും ഞാൻ എൻ്റെ മുഖത്തിന് ഒരു റെസ്റ്റ് കൊടുക്കും. കാരണം നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു പ്രിപ്പറേഷൻ വേണം. അപ്പോൾ നമ്മൾ 2 ദിവസം റെസ്റ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം ചീകിയിട്ട് എൻ്റെ റൂമിൽ ഞാൻ വന്നു കേട്ടോ. എൻ്റെ റൂമിൽ എനിക്ക് എന്നും രാവിലെ വന്നിട്ട് ഞാൻ ഈ വിഷുമ്പോഴുണ്ടാക്കി വെച്ചത് എനിക്ക് കാണണം. എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചായ ഇടാൻ പോയി. രാവിലെ എൻ്റെ ഒരു റൂട്ടീനിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് ചായ ഇടുക എന്നുള്ളത്. ഞാൻ എല്ലാ ഷോർട്സിലും ഒക്കെ ഞാൻ ആദ്യം രാവിലെ എണീക്കുന്നു, ചായ ഇടുന്നു, ഇത് തന്നെയാണ് കാണിക്കാറ്. കാരണം എനിക്ക് ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇന്ന് അമ്മയും അനിയത്തിയും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയേക്കുമായിരുന്നു. ഞാൻ എണീക്കുന്നതിന് മുമ്പേ അവർ പോയി. അപ്പോൾ അവർ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ചൂട് പപ്സും അതുപോലെ തന്നെ പഴംബോളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇന്ന് പ്രത്യേകിച്ച് അമ്മയൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് രാവിലെ കഴിച്ചത് ഈ പപ്സായിരുന്നു. എനിക്ക് ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ പപ്സ് ഞാൻ അതിൻ്റെ വളരെ വലിയ ഫാനാണ്. കാരണം ഇത് ഭയങ്കര മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പപ്സാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയാണ് ഞാൻ എൻ്റെ ഫോണിൽ തോണ്ടലങ്ങ് തുടങ്ങുന്നത്. ഞാൻ ഫോൺ കാണൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ചും എനിക്ക് ഒരു പണിയില്ലാത്ത ദിവസമാണെങ്കിൽ, ഇതുപോലെ ഒരു മടി പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ, ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ദിവസമാണെങ്കിലൊക്കെ ഞാൻ ഫോൺ കാണൽ ഇച്ചിരി കൂടുതലാണ്. സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. അത് കൊള്ളില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇച്ചിരി റീൽസും ഷോർട്സും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ഒരുപാട് കാണുന്ന ആളാട്ടോ. ഞാൻ ഭയങ്കര അഡിക്റ്റഡാണ് യൂട്യൂബ് വീഡിയോസിനൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ വെക്കേഷൻ ആയപ്പോൾ കുറച്ചും കൂടി സ്ക്രീൻ ടൈം കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് മാറ്റേണ്ട സമയമായി. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും. പിന്നെ പണ്ടത്തെ പോലെ ഫോണൊന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം ഫോൺ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ആയതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് ബുക്ക് വായിക്കും. പിന്നെയാണ് ഞാൻ ഓർത്തത് 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ലാബ് എക്സാമുണ്ട്, അതായത് മോഡലിൻ്റെ എക്സാമുണ്ട്. ഞാൻ പിന്നെ ഈ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നതിനെക്കാളും നല്ലത് പോയിട്ട് അതെന്തെങ്കിലും പഠിക്കണമെന്നോർത്ത് മാത്സിൻ്റെ ലാബൊക്കെ ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു. മാത്സിൻ്റെ ലാബ് സത്യം പറഞ്ഞാൽ ഈസിയാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ 2-3 ക്ലാസ്സൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഓരോന്ന് നോട്ടൊക്കെ ചെയ്ത് വെക്കുമായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലാബുകളൊന്നും അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഫിസിക്സ് കെമിസ്ട്രി ഈ 2 ലാബ് എൻ്റെ പൊന്നി എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം
എന്താണെന്നറിയില്ല, ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എനിക്കങ്ങോട്ട് എന്തോ സെറ്റായില്ല. അതായത് അവരെന്തോ എനിക്കങ്ങ് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിങ്ങനെ നിങ്ങളെന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കാണിച്ചു തരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഒരു രക്ഷയില്ല. കാരണം ഇത് രാത്രി കത്തിച്ച് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഇത് കാണാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ രാവിലെ നിങ്ങൾ കത്തിച്ച് കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ അത്ര എഫക്റ്റ് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ഈ നീല കളറ്, ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് ഈ സ്റ്റിക്കേഴ്സ്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ക്യൂട്ട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങുന്ന ഒരു വലിയ അസുഖമുണ്ട്. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ മേടിക്കാനും അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അനിയത്തി ഉള്ളതുകൊണ്ട് ഇതൊക്കെ അവൾക്കും ചെറുതായിട്ട് യൂസ്ഫുൾ ആവുന്നതുകൊണ്ട് ഞാൻ മേടിക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ സ്റ്റിക്കറൊന്നും വെച്ച് ഒട്ടിക്കാനുള്ള പ്രായമല്ല, പക്ഷേ എന്തോ നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ജേണലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കും. നൈസായിട്ട് സ്റ്റിക്കറൊന്ന് പൊളിച്ചപ്പോൾ പാളിപ്പോയി, അല്ലെങ്കിലും വീടെടുക്കുമ്പോൾ ഉള്ളതാണ്. അല്ലാത്തപ്പോൾ ഞാൻ നല്ല ക്ലിയർ ആയിട്ടൊക്കെ നല്ല സെറ്റപ്പായിട്ട് പൊളിച്ചെടുക്കുന്നു, ഒട്ടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീടെടുക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ ഇത് പൊളിച്ചിട്ട് ശരിയാവുന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെയൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊളിച്ചങ്ങ് എടുത്തു. സാധാരണ ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജേണലുകൾ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞു പിള്ളേർ ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക ഹോബി. എൻ്റെ അനിയത്തിക്ക് പോലും ഇത്രയ്ക്കും വലിയ വട്ടുകളൊന്നുമില്ല. എനിക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഹോബി ഉള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഈ കുഞ്ഞു പിള്ളേർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ പാവക്കുട്ടികളാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കുഞ്ഞു സാധനം കണ്ടാലും ഞാൻ അപ്പോൾ തന്നെ മേടിക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇതെല്ലാം നിരത്തിപ്പറിച്ചിട്ട് പോലെ തന്നെ തിരിച്ച് കയറ്റി വെച്ചില്ലെങ്കിൽ അമ്മേൻ്റെ വായിൽ നിന്ന് നല്ല ഇത് കേൾക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിതെല്ലാം തിരിച്ച് എടുത്ത് വൃത്തിയാക്കി വെക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ എന്നെപ്പോലെ കാമായിട്ടിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് കമൻറ്റിൽ പറയണേ. പ്രത്യേകിച്ച് മടി പിടിച്ചിരിക്കുന്ന ദിവസത്തിൽ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നില്ല. അതായത് എന്താ പറയുക, അന്ന് എനിക്കൊരു പ്രത്യേക ഒരു മൂഡായിരിക്കും. അതായത് പ്രത്യേകിച്ചൊന്നും കഴിക്കാനും തോന്നില്ല, ഒന്ന് എണീക്കാനും തോന്നില്ല. എന്താ പറയുക, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് തോന്നും. കാരണം ബോഡി ആണെങ്കിലും ഇച്ചിരി എന്താ പറയുക, ഒരു വീക്കായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ മടി പിടിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ നോക്കിയല്ല വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് സംസാരിച്ച് പോവാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പല 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 കാര്യങ്ങളിങ്ങനെ ഡൈവേർട്ടായി അതിനകത്ത് വരും. പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്നത്, നമ്മൾ ഒരുപാട് സമയം ഈ സ്ക്രീനിൽ നോക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇങ്ങനെ ജേണൽ പോലത്തെ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഡയറി എഴുതലോ, അല്ലെങ്കിൽ ബുക്ക് വായിക്കലോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കലോ, ഇങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് തിങ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കിത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ വയ്യ. ഇത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങളെ കാണിക്കണം തോന്നി. ഇത് മേടിച്ചിട്ട് കുറേ നാളായിട്ടോ ഏകദേശം. ഇത് ഒരു മിനി ഫോട്ടോ പ്രിൻ്ററാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇതിനകത്ത് ഇടുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ടേപ്പ് പോലത്തെ ഒരു ഇത് നമുക്ക് കിട്ടും, ഒരു വെള്ള കളർ. അപ്പോൾ അതിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഫോട്ടോസൊക്കെ ആണെങ്കിലും അതുപോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഇതുപോലത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മേടിച്ച് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നേരം ബ്ലൂടൂത്ത് സ്പീക്കറിലെ പാട്ടൊക്കെ ഓണാക്കി ഡാൻസ് കളിച്ചു. ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇനി ഡാൻസ് എല്ലാം കളിച്ചിട്ട് നേരെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിയുന്നതും വരെ ഒന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഡാൻസൊക്കെ കളിച്ച് ആകെ മടുത്തിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ കട്ടിലേക്ക് കിടക്കാൻ നേരത്ത് അപ്പുറത്തെ റൂമിലിരുന്ന് എൻ്റെ പാവക്കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാവക്കുട്ടികളൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ക്രേസാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും പാവക്കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഒരു കാം മോർണിംഗ് റൂട്ടീനാണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.